മഹാബുദ്ധിമാനും ധർമ്മജ്ഞനുമായ ഹസ്തിനാപുരിയുടെ മഹാമന്ത്രിയും ധൃതരാഷ്ട്ര പാണ്ഡുമാരുടെ സഹോദരനും വ്യാസമഹർഷിയുടെ പുത്രനുമായ ശ്രേഷ്ഠ പുരുഷന്റെ നാമം വിദുരർ. വ്യാസമഹർഷിക്ക് നിയോഗമെന്ന പ്രക്രിയയിലൂടെ ഹസ്തിനാപുരിയുടെ രാജസേവകയായ ഒരു ശൂദ്രസ്ത്രീയിൽ ജന്മം കൊണ്ട പുത്രനാകുന്നു വിദുരർ. ഒരു സന്യാസിയായിരിക്കെ അദ്ദേഹവുമായി ബന്ധത്തിലേർപ്പെടാൻ കാശികന്യകയായ അംബികയ്ക്ക് കഴിയാതെ വരികയും പകരം തൻ്റെ സേവകയായ സ്ത്രീയെ അവിടേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അവർ വേദവ്യാസ മഹർഷിയെ ആലിംഗനം ചെയ്തു. ആ മാത്രയിൽ അവർ ഗർഭം ധരിക്കുകയും ക്ഷണനേരം കൊണ്ട് ദിവ്യഗർഭത്തിൽ നിന്നും പുത്രൻ പുറത്തു വരികയും ചെയ്തു. അങ്ങനെയാകുന്നു മഹാത്മാവായ വിദുരർ പിറവികൊണ്ടത്. വ്യാസമഹർഷിയുടെ മാതാവായ ഹസ്തിനാപുരിയുടെ രാജമാതാവായ സത്യവതിയുടെ പൗത്രനായി തീരുകയും ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിൻ്റെയും കൂടെ തന്നെ വളർന്ന് അവർക്ക് ലഭ്യമായതുപോലെ തന്നെയുള്ള ശിക്ഷണങ്ങളും അദ്ദേഹത്തിന് ലഭ്യമായി. പ്രായപൂർത്തിയായ പൗത്രന്മാരെ വിവാഹം കഴിപ്പിക്കണമെന്ന ചിന്ത സത്യവതിയിൽ ഉണർന്നു. അതുപ്രകാരം ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിൻ്റെയും വിവാഹം നടന്നു. വിദുരർക്ക് അനുയോജ്യയായ കന്യകയെ കണ്ടെത്തി അവളുമായി വിവാഹം നടത്തി. അവളാകുന്നു ദേവകൻ എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന് പ്രവിശാരി എന്ന ശൂദ്രസ്ത്രീയിൽ ജനിച്ച സുലഭ. അങ്ങനെ വിദുര സുലഭ വിവാഹം കഴിഞ്ഞു. ഈ ദമ്പതികൾക്ക് അനുകേതു എന്നൊരു പുത്രനും അംബാവതി എന്നൊരു കന്യകയും പിറവികൊണ്ടു. അംബാവതി രോണിതപുര രാജാവായ മഹാബലിയുടെ പുത്രനായ ശിവഭക്തനായി കേൾവി കേട്ട ബാണാസുരനെ വിവാഹം ചെയ്തു. ഏറെക്കാലം സന്താനഭാഗ്യമില്ലാതിരുന്ന അംബാവതി ബാണാസുര ദമ്പതികളെ മഹാദേവനും പാർവതീദേവിയും സന്താനഭാഗ്യത്തിനായി അനുഗ്രഹിച്ചു. അതുപ്രകാരം അവർക്ക് ഉഷ എന്നൊരു പെൺകുട്ടി പിറവികൊണ്ടു. ഉഷ പിൽക്കാലത്ത് ശ്രീകൃഷ്ണന്റെ പൗത്രനായ അനിരുദ്ധനെ പ്രണയിച്ച് വിവാഹം ചെയ്തു. ഇത്രയുമാകുന്നു വിദുരരുടെ കുടുംബം. അതീവ ബുദ്ധിമാനായ വിദുരരുടെ ബുദ്ധിസാമർഥ്യത്തെക്കുറിച്ച് വ്യാസമഹർഷി മഹാഭാരതത്തിൽ പല ഭാഗത്തും വിശദമാക്കുന്നു. നിസ്സഹായനായ വിദുരർ പാണ്ഡവരോട് വളരെയധികം സ്നേഹമുള്ളവനും കൗരവരുടെ അനീതിക്കും ആക്രമണത്തിനും എതിരെ ശബ്ദമുയർത്തിയവനുമായിരുന്നു. മാണ്ഡവ്യ ശാപത്താൽ എണിയിൽ പിറവികൊണ്ട ധർമ്മദേവന്റെ അവതാരമാകുന്നു വിദുരർ. കുരുക്ഷേത്രാനന്തരം വനവാസത്തിന് പുറപ്പെട്ട വിദുരർ പിന്നീട് ഒരു സന്യാസിയായിക്കൊണ്ട് ദേഹവിയോഗം ചെയ്തു. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പുത്രനായ അനുകേതു ഹസ്തിനാപുരിയുടെ മഹാമന്ത്രിയായി വാണരുളി.